ഹലോ ഫ്രണ്ട്സ്, എല്ലാ കലാപ്രേമികൾക്കും സ്മാർട്ട് ക്രിയേറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഡ്രോയിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ചില രൂപങ്ങളും അതേപോലെ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില പ്രാഥമിക കാര്യങ്ങളുമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലും നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ചിത്രകലാകാരന്മാർ അല്ലെങ്കിൽ ചിത്രകല പഠിക്കുന്ന വ്യക്തികൾ ഒരു നോട്ട് ബുക്ക്, അൺറൂൾഡ് നോട്ട് ബുക്ക് കയ്യിൽ കരുതണമെന്ന്. ഒരു ബിഗിനേഴ്സ് പ്രത്യേകിച്ചും അൺറൂൾഡ് നോട്ട് ബുക്ക് കയ്യിൽ കരുതേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചിത്രകല പഠിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പറിൻ്റെ ആവശ്യം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ തന്നെ ചാർട്ട് പേപ്പറിലോ ഡ്രോയിങ് ബുക്കിലോ വരയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഉചിതമായ കാര്യമല്ല. കാരണം അതൊരുപാട് എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉചിതമായ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു അൺറൂൾഡ് നോട്ട് ബുക്ക് വാങ്ങുക, അതും വളരെ ലോ കോസ്റ്റുള്ള ബുക്കുകൾ വാങ്ങുക. ഈ ബുക്കുകളിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈഡിൽ ഉപയോഗിച്ചിട്ട് മറുഭാഗം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരുപാട് റഫ് പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ടെക്സ്റ്റൈലുകളിൽ നിന്നും വാങ്ങുന്ന ചില റാപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ചില പേപ്പറുകൾ, ഒരു സൈഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള പേപ്പറുകളും നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റഫായിട്ട് വരച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സിറോക്സ് പേപ്പർ, ഒരു സൈഡ് ഉപയോഗിച്ച സിറോക്സ് പേപ്പറുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് സിമെട്രിക്കൽ ഒബ്ജക്റ്റുകളാണ്. ഈ ഒബ്ജക്റ്റുകൾ എന്ന് ചിത്രകാരന്മാർ സാധാരണ പറയുന്നത് വസ്തുക്കളെയാണ്. അതായത് നമ്മൾ വരയ്ക്കുന്ന ഏത് വസ്തുക്കളെയും ഒബ്ജക്റ്റുകൾ എന്ന് പറയാം. സിമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ജഗ്, ഗ്ലാസ്, അതേപോലെയുള്ള ജാറ്, ഇത്തരം വസ്തുക്കൾ, ബോട്ടിലുകൾ, ഇത്തരം വസ്തുക്കളാണ് സിമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ. ഈ സിമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുക്കളുടെ സെൻറ്ററിൽ, എക്സാക്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ ഇരുവശവും, അതായത് ആ ഒരു വസ്തുവിൻ്റെ ആ ലൈനിൽ നിന്നും ഇടതുവശത്തേക്കുള്ള ഫോം എന്താണോ അതിൻ്റെ ഒരു മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും വലതുവശത്തേക്കുമുള്ളത്. ഇത്തരം ഫോമുകളെയാണ് നമ്മൾ സിമെട്രിക്കൽ ഫോമുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സിമെട്രിക്കൽ ഒബ്ജക്റ്റുകളെ കാണാം. ഈ ചിത്രത്തിൽ ഓരോ വസ്തുക്കളുടെയും സെൻറ്റർ ഭാഗത്ത് റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ വസ്തു ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ റെഡ് ലൈനിൽ നിന്നും ഒരു വശത്തേക്ക് നോക്കിയാൽ അതിൻ്റെ എക്സാക്റ്റ് മിറർ റിഫ്ലക്ഷൻ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തും വരുന്നത്. ചില വസ്തുക്കളുടെ ബേസിക് ഫോമുകളിലായിരിക്കും സിമെട്രിക്കൽ രൂപം. ഇനി നമുക്ക് ഇത്തരം വസ്തുക്കൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ വരയ്ക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഡ്രോയിങ് ബുക്ക് എടുത്ത് അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടി മെഷർമെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ എടുക്കുക. ഇതേപോലെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഒരു സെൻറ്റിമീറ്ററോളം ഡിസ്റ്റൻസിൽ, വിഡ്ത്തിൽ അത് മടക്കി, കൃത്യമായി മടക്കിയെടുത്ത് അത് നേരെ ഈ ഒരു ഭാഗം മുറിച്ചെടുക്കുക. അത് വളരെ സ്ട്രെയിറ്റായിട്ട് വരുന്ന രീതിയിൽ മുറിക്കുക. ഇത് നമുക്ക് സ്കെയിലായിട്ട് ഉപയോഗിക്കാം. പേപ്പർ സ്കെയിൽ എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇനി നമുക്ക് വരച്ച് തുടങ്ങാം. ആദ്യം നമ്മളിതിൻ്റെ ഒരു വശം വരയ്ക്കുന്നു. ഒരു സൈഡിലുള്ള ഒരു ഭാഗം കൃത്യമായി വരച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു ഗ്ലാസ്സാണ് സിമെട്രിക്കൽ ഒബ്ജക്റ്റ്. ആദ്യം ഒരു ഗ്ലാസ്സാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു വശം മാത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്.
ഒരു വശം വരച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പേപ്പർ സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ മുകളിലുള്ള ഈ ഭാഗത്തെ ഡിസ്റ്റൻസ്, ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ ഈ പേപ്പറിൽ മാർക്ക് ചെയ്യുക. ആ ഡിസ്റ്റൻസ് നമ്മൾ ഓപ്പോസിറ്റ് ജസ്റ്റ് പോയിൻ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വ്യത്യാസം വരുന്ന കുറച്ച് ഏരിയകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതെല്ലാം മാർക്ക് ചെയ്യുക. ഇതിൻ്റെ നേരെ തന്നെ ഇപ്പുറത്ത് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ എടുക്കാം. ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പർ മാറ്റി മാറ്റി നോക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഇനി നേരെ താഴത്ത് പിടിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി ഈ മാർക്കിലൂടെ നമുക്ക് കൃത്യമായി സിമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നേരെ കൃത്യമായി വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ സിമെട്രിക്കൽ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് ആ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് സിമെട്രിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുവശവും ഒരു സെൻറ്ററിലെ ലൈനിൽ നിന്നും ഇരുവശവും ഒരേപോലെയാണ്. അപ്പോൾ ഒരേപോലെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ സ്കെയിൽ മെത്തേഡ് വെച്ച് വരച്ച് നോക്കാവുന്നതാണ്. ഇനി ഇതേ മെത്തേഡിലാണ് ഞാൻ എല്ലാ ഫിഗറുകളും എല്ലാ ഒബ്ജക്റ്റുകളും വരയ്ക്കാൻ പോകുന്നത്. അത് നമുക്ക് ശ്രദ്ധിക്കാം.
ഹലോ ഫ്രണ്ട്സ്, സിമെട്രിക്കൽ ഒബ്ജക്റ്റുകൾ വരയ്ക്കുന്ന രീതിയാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാണിച്ചു തന്ന രീതി നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായും വ്യക്തമായുമാണ് ഞാൻ പരമാവധി ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേറ്റർ എന്ന യൂട്യൂബ് ചാനൽ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ആണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.